നമ്മളൊക്കെ മനസ്സിലുണ്ടാവും. ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ സ്കൂളിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകണമല്ലാന്നുണ്ടെങ്കിൽ ഒപ്പം ക്ലാസ്സിലുള്ളവർ നമ്മളെ കളിയാക്കുമോ, നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ആ വീഡിയോ കാണുമോ, എന്നിട്ട് നമ്മളെ വെറുപ്പിക്കുമോ, നമ്മളെ കളിയാക്കുമോ, നമ്മൾ പോകുമ്പോഴൊക്കെ നമ്മളെ നാണം കെടുത്തുമോ, എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മറ്റു കുടുംബക്കാരും കൊളീഗ്സൊക്കെ ഇത് കാണുമോ, എന്നിട്ട് നമ്മളെ ജഡ്ജ് ചെയ്യുമോ എന്നൊക്കെയുള്ള ഒരു പേടി നമുക്കുണ്ടാവും. പക്ഷേ എന്താ റിയാലിറ്റി നിങ്ങൾക്കറിയോ? പീപ്പിൾ ഡോണ്ട് കെയർ, അല്ലെങ്കിൽ പീപ്പിൾ ഡോണ്ട് ഹാവ് ടൈം ടു കെയർ. ഞാൻ നിങ്ങൾക്കൊരു സംഭവം പറഞ്ഞുതരാം. നമ്മൾ ഒരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ടൈം ഒഴിച്ച് 95% സമയത്തും നമ്മൾ നമ്മളെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക. അപ്പോൾ ഇതേ റൂള് വേറൊരാളെ മേത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അയാൾ ചിന്തിക്കുന്നത് കൂടുതൽ എന്തിനെ കുറിച്ചാണ്? അയാളെക്കുറിച്ചോ അയാളെ റിലേറ്റഡ് കാര്യങ്ങളെ കുറിച്ചുമാണ്. അപ്പോൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ ഓർക്ക് അത്ര ടൈമൊന്നുമില്ല. മേ ബി നമ്മൾ കണ്ടന്റ് ഒന്നും ഇടാത്ത ഒരാൾ ഒരു കണ്ടന്റ് ഇടാനാണ് തുടങ്ങുമ്പോൾ, കൺസിസ്റ്റൻ്റ് ആയി ഇടാൻ തുടങ്ങുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള പെർസെപ്ഷൻ ഒറ്റയടിക്ക് ചിലപ്പോൾ മാറുണ്ടാവും. പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ കാണുമ്പോൾ ചോദിക്കും, ഇഷാമേജ് വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയില്ല ഇൻസ്റ്റാഗ്രാമിൽ, ഇങ്ങനെ ചോദിക്കും. അത്ര ഉണ്ടാവുള്ളൂ. പീപ്പിൾ ഡോണ്ട് ഹാവ് ടൈം ടു കെയർ മാൻ. ഞാൻ കുറേ കാലം മടിച്ച് നിന്നീനാണ്. എൻ്റെ കുടുംബക്കാരെന്ത് പറയും, ഫ്രണ്ട്സ് എന്ത് പറയും, ഞാൻ ഓഫീസിൽ ഒരു ആർട്ടിക്കൽഷിപ്പിന് പോകുമ്പോൾ എൻ്റെ ഓഫീസിലുള്ളവർ എന്ത് കളിയാക്കും എന്നൊക്കെയുള്ള ഒരു പേടി എനിക്ക് ഉണ്ടായിരുന്നു. ദെൻ വെൻ യു സ്റ്റാർട്ട് പോസ്റ്റിംഗ് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ജഡ്ജിങ് വരും. ജഡ്ജിങ് വരൂല എന്ന് ഞാൻ പറയുന്നില്ല, ജഡ്ജിങ് വരും, പക്ഷെ അത് നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനാ അപ്പം ഞാൻ പേടിച്ചു തരുന്ന ചോദിച്ചു നിങ്ങൾ.